മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. പ്രീതിക്കെതിരെ നൽകിയ മൊഴി പരിഗണിക്കാതെ ഏകപക്ഷീയമായാണ് പോലീസ് അന്വേഷണം നടത്തിയതെന്ന് അതിജീവിത മീഡിയ വണിനോട് പറഞ്ഞു. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുമെന്നും അതിജീവിത പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ICUവിൽ പീഡനത്തിനിരയായ യുവതിയെ പോലീസ് നിർദ്ദേശപ്രകാരം പരിശോധിച്ച ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതി താൻ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു പരാതി. ഇതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കേസ് അന്വേഷിച്ചത്. അതിജീവിതയുടെയും ബന്ധുക്കളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ചയില്ലെന്നാണ് കണ്ടെത്തിയത്. പോലീസ് റിപ്പോർട്ടിൽ പൊരുത്തക്കേടുണ്ടെന്ന് അതിജീവിത പറഞ്ഞു. തന്നെ പരിശോധിക്കുമ്പോൾ പ്രീതിയുടെ കൂടെയില്ലാതിരുന്ന ജൂനിയർ ഡോക്ടറുടെ മൊഴി റിപ്പോർട്ടിലുണ്ട്. പരിശോധിക്കാൻ വരാതിരുന്ന ഒരാളുടെ മൊഴി അന്വേഷണ റിപ്പോർട്ടിൽ വന്നതെങ്ങനെയെന്ന് അതിജീവിത ചോദിക്കുന്നു. തന്റെയും ബന്ധുക്കളുടെയും മൊഴികൾ പരിഗണിക്കാതെയാണ് പ്രീതിക്ക് അനുകൂലമായി പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അതിജീവിത പറഞ്ഞു. ഇല്ലായിരുന്നു, ഈ പ്രീതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് പരിശോധിക്കാനേ. പരാതി കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡോക്ടർ പുതുതായിട്ട് ഇതില് വന്നത്. എന്റെ ബന്ധുവിന്റെ മൊഴി അംഗീകരിക്കുന്നില്ല, എന്റെ ഭർത്താവിന്റെ മൊഴി അംഗീകരിക്കുന്നില്ല, എന്റെ മൊഴി അംഗീകരിക്കുന്നില്ല. അതിജീവിതയ്ക്ക് അനുകൂലമായുള്ള സീനിയർ നഴ്സ് PB അനിതയുടെ മൊഴിയും പോലീസ് പരിഗണിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. അനിതയുടെ മൊഴി അവിശ്വസനീയമാണെന്നും മറ്റെന്തോ ലക്ഷ്യം വെച്ചാണ് മൊഴിയെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഡോക്ടർ KV പ്രീതിക്കെതിരെ തുടർ നടപടികൾ വേണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഡോക്ടർ KV പ്രീതിക്കെതിരായുള്ള പരാതിയിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. അതുകൊണ്ട് തന്നെ പുനരന്വേഷണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഷിത ജഗത്, മീഡിയ വൺ, കോഴിക്കോട്.